ഹലോ എവ്രി വൺ. അപ്പോൾ നമുക്ക് 9th ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഐശ്വര്യമായിട്ട് നമുക്ക് ചാപ്റ്റർ 1 തൊട്ട് തുടങ്ങാം. ഓക്കെ, മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഇസ് മാറ്റർ? മാറ്റർ എന്ന് വെച്ചാൽ എന്താണ്? മാറ്റർ എന്ന് വെച്ചാൽ ഏതൊരു സബ്സ്റ്റൻസ് നമ്മൾ എടുത്താലും ഓക്കെ, ആ സബ്സ്റ്റൻസിന് ഒരു മാസ് ഉണ്ടോ, ഓക്കെ, അതുപോലെ ആ സബ്സ്റ്റൻസ് വെച്ച് ഒരു സ്ഥലം, ആ സ്പേസ് അത് ഒക്കുപ്പൈ ചെയ്യുന്നുണ്ടോ. ഫോർ എക്സാമ്പിൾ, ഒരു സോളിഡ് എടുത്തു, ലിക്വിഡ് എടുത്തു. സോ ഇതിനൊക്കെ ഒരു മാസ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ അത് ഒരു സ്പേസ് ഒക്കെ, അത് ഇരിക്കാനായിട്ട് നമുക്കൊരു സ്പേസ് വേണം. സോളിഡും ലിക്വിഡും നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. എയർ ചിലപ്പോൾ ഒരു സംശയം തോന്നിയേക്കാം, എയറിന് മാസ് ഉണ്ടോ, അതുപോലെ അത് ഒരു സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടോ. ഫോർ എക്സാമ്പിൾ, ഒരു ബലൂൺ എടുത്ത് നമ്മൾ ബ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക, ആ ബലൂണിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എയർ കയറ്റുവാണ് അല്ലേ. സോ ആ ബലൂൺ അവിടെ വീർക്കുന്നു, ദാറ്റ് ഈസ് എക്സ്പാൻഡ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ബിക്കോസ് ആ എയറിനവിടെ സ്പേസ് വേണം അല്ലേ, ആ സ്പേസ് ഒക്യുപ്പൈ ചെയ്യണം അതിന്. സോ എയർ നീഡ്സ് സ്പേസ് ടു ഒക്യുപ്പൈ. ഇനി അതുപോലെ തന്നെ നമ്മളിപ്പോൾ 2 ബലൂൺ എടുക്കണം. ഓക്കെ, ഒരു ബലൂണ് നമ്മൾ ഇതുപോലെ ബ്ലോ ചെയ്തിട്ടില്ല, ഡിഫ്ലേറ്റഡ് ബലൂണാണ്. ഒന്ന് ഇൻഫ്ലേറ്റഡ് ബലൂണാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഈ രണ്ടിനെയും നമ്മൾ ഒരു സ്റ്റിക്കിൻ്റെ അറ്റത്ത് ഇതുപോലെ ഹാങ് ചെയ്തിട്ടിട്ട് ഒരു സ്ട്രിങ്ങിൽ ഇങ്ങനെ തൂക്കിയിടുകയാണെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? ഈ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ബലൂണിൻ്റെ സൈഡിലോട്ട് അതങ്ങ് ചരിഞ്ഞു പോകും അല്ലേ. ബിക്കോസ് ഈ ഇൻഫ്ലേറ്റഡ് ബലൂണിൽ എയർ ഉണ്ട് ആൻഡ് ആ എയറിന് ഒരു മാസ് ഉണ്ട്, അതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് അത് ചരിഞ്ഞു പോയത് അല്ലേ. സോ എയർ ഹാസ് മാസ് ആൻഡ് ഇറ്റ് ടേക്സ് അപ്പ് സ്പേസ് അല്ലേ. സോ ഇതുപോലെ തന്നെ പിന്നെ നമ്മുടെ സോളിഡും ലിക്വിഡും ഒന്നും പറയേണ്ട ആവശ്യമില്ല. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അപ്പോൾ ഇതെല്ലാം എന്താണ്? മാറ്ററാണ്. മാറ്റർ ഇസ് എനി സബ്സ്റ്റൻസ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ഇറ്റ് ടേക്സ് അപ്പ് സ്പേസ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ മാറ്റർ? ഓക്കെ, ചെയർ, എയർ, ലവ്, സ്മെൽ, ഹേറ്റ്, ആൽമണ്ട്സ്, തോട്ട്, കോൾഡ് ഡ്രിങ്ക്സ്, സ്മെൽ ഓഫ് പെർഫ്യൂം, അങ്ങനെ. ഓക്കെ, സോ ഇതിലുള്ള സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മാറ്റർ എന്ന് പറയുന്നത് ചെയർ, എയർ, ആൽമണ്ട്സ്, കോൾഡ് ഡ്രിങ്ക് അല്ലേ. അതുപോലെ സ്മെൽ ഓഫ് പെർഫ്യൂം പറയും. പെർഫ്യൂം എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസ് ആണ് അല്ലേ, ഒരു ടൈപ്പ് ഓഫ് ഗ്യാസ് ആണല്ലോ ഈ സംഭവം പെർഫ്യൂമിലൂടെ വരുന്നത്. സോ ഇതെല്ലാം എന്താണ്? മാറ്റർ ആണ് അല്ലേ. ഇറ്റ് ഹാസ് എ മാസ് ആൻഡ് ഇറ്റ് ടേക്സ് അപ്പ് സ്പേസ്. ബട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള ലവ്, അതുപോലെ തന്നെ വെറും സ്മെൽ, അതുപോലെ തന്നെ തോട്ട് പറഞ്ഞാൽ ഇതെല്ലാം പറയുമ്പോൾ ഒരു വികാരമാണ് അല്ലേ, അല്ലാതെ അതൊരു സബ്സ്റ്റൻസ് അല്ല. സോ വി കനോട്ട് കൺസിഡർ ഇറ്റ് ആസ് എ മാറ്റർ. ഇപ്പോൾ സ്മെല്ലും സ്മെൽ ഓഫ് പെർഫ്യൂമും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. സ്മെൽ ഓഫ് പെർഫ്യൂം പറഞ്ഞ ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസിനെ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ മാറ്റർ. പക്ഷേ നമുക്ക് വെറും സ്മെല്ലെന്ന് പറഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ മാറ്റർ. നൗ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാറ്റർ? എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ? നമ്മളിപ്പോൾ ഇതുപോലെ ഒരു മാറ്ററിൻ്റെ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ബോഡിയിൽ പഠിച്ചിട്ടില്ലേ സെൽസിനെ കുറിച്ചിട്ട്? ഇപ്പോൾ സെല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? അതിലൊരു ബേസിക് യൂണിറ്റ് ആണല്ലേ. അതുപോലെ തന്നെ ഏതൊരു സബ്സ്റ്റൻസ് എടുത്താലും ഏതൊരു മാറ്റർ എടുത്താലും അതിനകത്തൊക്കെ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, വളരെ ടൈനി ആയിട്ടുള്ള, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയ്ക്കും ചെറുതായിട്ടുള്ള പാർട്ടിക്കിൾസാണ് ഇതെല്ലാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ ഉജാല മിക്സ് ചെയ്തു. ഓക്കെ, ഉജാല അറിയാലോ, ബ്ലൂ കളറുള്ള ഉജാല മിക്സ് ചെയ്തു. അപ്പോൾ ചെയ്തവർക്കും കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം അത് ഭയങ്കര ഡാർക്ക് ആയിട്ടുണ്ടാവും അല്ലേ, ബ്ലൂ കളർ അതിലങ്ങ് പടർന്നിട്ട്. സോ നമ്മൾ ഇനി വേറൊരു ബക്കറ്റിൽ പ്യുവർ ആയിട്ടുള്ള വാട്ടർ എടുത്ത് ഈ മിക്സ് ചെയ്തതിൽ നിന്ന് കുറച്ചെടുത്ത് അതിൽ മിക്സ് ചെയ്താലും അതിലും ബ്ലൂ കളർ ഉണ്ടാവും. ഇതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് വരുമ്പോഴൊക്കെ ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോഴും വളരെ കുറച്ച് ചെറിയ തോതിലാണെങ്കിലും അതിലൊരു ബ്ലൂ കളർ അതിൽ പെർസിസ്റ്റ് ചെയ്യും അല്ലേ. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ എടുക്കാം, നമുക്ക് ഡെറ്റോൾ. ഓക്കെ, ഡെറ്റോൾ ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്തു. ഓക്കെ, ആ വെള്ളം തന്നെ എടുത്ത് അതിൽ നിന്ന് കുറച്ചൊരു ക്വാണ്ടിറ്റി എടുത്ത് വേറൊരു പ്യുവർ വാട്ടറിലേക്ക് മിക്സ് ചെയ്തു. വീണ്ടും ഇതുപോലെ തന്നെ ഈ ഇപ്പം മിക്സ് ചെയ്ത ആ വാട്ടറിൽ നിന്നും പുതിയ വാട്ടറിൽ നിന്നും വീണ്ടും കുറച്ചെടുത്ത് വേറൊരു വാട്ടറിലേക്ക് മിക്സ് ചെയ്തു. അപ്പോഴും ഈ ഡൈല്യൂഷൻ നടക്കും തോറും നമുക്ക് അവിടെ ഡെറ്റോളിൻ്റെ ആ സ്മെല്ല് അതിൽ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്, പുതിയൊരു സംഭവത്തിലും അത് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ദാറ്റ് മീൻസ് ആ ഒരു ചെറിയ എമൗണ്ട് ഓഫ് വാട്ടറിലും ആ പാർട്ടിക്കിൾസ് അതിലുണ്ട് എന്നുള്ളതാണ്. സോ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ വെരി സ്മോൾ.
ഇപ്പോൾ ഒരു തുള്ളി ഡെറ്റോൾ എടുത്താൽ ഒരു ഡ്രോപ്പിൽ തന്നെ ഉണ്ടാകും ചിലപ്പോൾ ലക്ഷക്കണക്കിന് പാർട്ടിക്കിൾസ് ഒരു ഡ്രോപ്പിൽ ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിന് ഞാൻ ഈ പറഞ്ഞ ഉജാല അതുപോലെ തന്നെ ഡെറ്റോളിനൊക്കെ എക്സാമ്പിളിന് പകരം പൊട്ടാസ്യം പെർമാഗ്നേറ്റിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. സെയിം രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സോ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് സൊല്യൂഷനിൽ ഇടുമ്പോൾ നമുക്ക് ഒരു പിങ്ക് കളർ കിട്ടുക. അപ്പോൾ അതിൻ്റെ പിക്ചറാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് matter is made up of particles and these particles of matter are very very small. ഈ സ്മോൾ പാർട്ടിക്കിൾസിന് ഇത്രയും ടൈനി ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ ആറ്റംസ് എന്നാണ് വിളിക്കുക. പക്ഷേ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ആറ്റത്തിനെ കുറിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് 3rd ചാപ്റ്ററിലാണ് ആറ്റം എന്ന് പറഞ്ഞു തുടങ്ങണം. ഓക്കെ, സോ നമുക്ക് ഇവിടെ പാർട്ടിക്കിൾസിന് തൽക്കാലം പറഞ്ഞാൽ മതി. ഇനി ഇതുപോലെ ഈ സബ്സ്റ്റൻസിൽ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇനി പാർട്ടിക്കിൾസിലൊക്കെ നമുക്ക് സ്പേസ് ഉണ്ട്. ഓക്കെ, ഈ 1 2 3 ഇതുപോലത്തെ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ തമ്മിൽ സ്പേസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പോൾ ഒരു ബീക്കർ എടുത്തു, ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്ത് കുറച്ച് സോൾട്ട് അതിൽ മിക്സ് ചെയ്തു. ഓക്കെ, നമ്മൾ നല്ലോണം സ്റ്റിർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സോൾട്ട് പാർട്ടിക്കിൾസ് അതിൽ കാണാനില്ല അല്ലേ. എന്നിട്ട് നമ്മൾ ആ വാട്ടർ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോൾട്ട് വാട്ടർ ആയി കഴിഞ്ഞു അല്ലെ, സോൾട്ടിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അതായത് അവിടെ ഇൻ്റർമിക്സിങ് ആണ് നടന്നിരിക്കുന്നത്. സോൾട്ടിന് ഒറ്റയ്ക്ക് എടുത്താൽ അവിടെ സോൾട്ടിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇനി വാട്ടർ മാത്രം എടുത്താൽ വാട്ടറിന് വേറെ പാർട്ടിക്കിൾസ്, വാട്ടറിൻ്റെതായ പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ. സോ നമ്മൾ സോൾട്ട് ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ എന്താണ്, ഈ 2 പാർട്ടിക്കിൾസ് തമ്മിലാണ് അവിടെ മിക്സ് ആവുന്നത്. അതായത് വാട്ടറിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള സ്പേസിലേക്ക് ആര് കയറുകയാണ്, ഈ സോൾട്ടിൻ്റെ പാർട്ടിക്കിൾസ് കയറുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ സോൾട്ട് ഗെറ്റ് ഇൻ ടു ദ സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഓഫ് വാട്ടർ. സോ ഈ 2 പാർട്ടിക്കിൾസ് ഇവിടെ മിക്സ് ആവാൻ എന്താ കാരണം? യെസ്, അവിടെ സ്പേസ് ഉള്ളത് കൊണ്ടാണ് അല്ലേ. സോ അവർ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. നൗ നമ്മൾ ഒരു റൂമിൽ ഒരു ഇൻസ്റ്റൻറ്റ് സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഇൻസ്റ്റൻറ്റ് സ്റ്റിക്ക് എന്ന് വെച്ചാൽ യെസ്, ചന്ദനത്തിരി അല്ലേ. അത് നമ്മൾ ആദ്യം കത്തിച്ചിട്ടില്ല. കത്തിക്കാണ്ടുള്ള സമയത്ത് നമ്മൾ അടുത്ത് പോയാൽ നമുക്കതിൻ്റെ മണം കിട്ടും അല്ലേ. ഇനി നമ്മൾ അതിന് കത്തിച്ച് കഴിഞ്ഞാലോ, യെസ്, അതിനെ ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂം കംപ്ലീറ്റ് ആ ചന്ദനത്തിൻ്റെ മണം അവിടെ പടരും അല്ലേ. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഇൻസ്റ്റൻറ്റ് സ്റ്റിക്ക് നമ്മൾ ഹീറ്റൊന്നും കൊടുത്തിട്ടില്ല, അതായത് ലൈറ്റ് ചെയ്തില്ല. അപ്പം നമ്മൾ അടുത്ത് പോയപ്പോൾ മണം കിട്ടിയിട്ടുള്ളൂ. അതുപോലെ തന്നെ അതിനെ കത്തിച്ച ശേഷമാണ്, അതായത് ഒരു ഹീറ്റ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തപ്പോഴാണ് എന്ത് സംഭവിച്ചത്, അവിടെ സ്പ്രെഡിങ് ഉണ്ടായത് അല്ലേ. അതുപോലെ തന്നെ വേറൊരു കേസ് നമുക്ക് നോക്കാം. 2 ബീക്കർ എടുക്കുക, ബീക്കറിൽ വെള്ളമുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് ഒരു ബീക്കറിലേക്ക് നമ്മൾ ഒരു ബ്ലൂ കളറുള്ള ഇങ്ക് ഡ്രോപ്പ് ഇടുകയാണ്. ഇനി മറ്റേ ബീക്കറിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഹണി ഒഴിക്കുകയാണ്. ഇനി ഈ 2 സൊല്യൂഷനും നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. നമ്മൾ ഇതിനെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് ഡിസ്റ്റർബ് ചെയ്യാതെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ക് ഒഴിച്ച് നമുക്കറിയാം, നമ്മൾ ഒഴിച്ച ഉടനെ തന്നെ ചെറുതായിട്ട് സ്പ്രെഡിങ് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. നമ്മളിതിന് കുറച്ച് സമയം കൊടുത്താൽ, കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മേ ബി 1 or 2 hours ഒക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ക് ആണെങ്കിലും അതുപോലെ തന്നെ ആ ഹണി ആണെങ്കിലും ഒക്കെ അതിൽ മാക്സിമം സ്പ്രെഡ് ആയിട്ടുണ്ടാവും, ആ സൊല്യൂഷനിൽ സ്പ്രെഡ് ആയിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഒന്നും ചെയ്യാതെ അത് സ്വന്തമായി ഇറ്റ് ഇൻ്റർമിക്സ് ബൈ ഇറ്റ്സ് ഓൺ അല്ലേ. സോ നമ്മളൊന്നും ചെയ്യാതെ തന്നെ അത് സ്വന്തമായിട്ട് അവിടെ കലരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, പാർട്ടിക്കിൾസ്, ഈ മാറ്ററിലുള്ള പാർട്ടിക്കിൾസ് കണ്ടിന്യൂസ്ലി മൂവിങ് ആണ് അല്ലേ. സോ അവർ 3rd ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. ഇനി നമ്മളൊരു ബീക്കറിൽ കുറച്ച് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എടുത്തു. ഓക്കെ, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്ന് പറയുന്ന ഒരു സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്, ഒരു പൗഡറി സബ്സ്റ്റൻസ് ആണ്. അതിനൊരു പിങ്ക് കളറുള്ള സബ്സ്റ്റൻസ് ആണ്. അപ്പം അത് ഇതിലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്നും ചെയ്യാതെ വെറുതെ ഇടുന്നേ ഉള്ളൂ, അതിന് ഇളക്കി കൊടുക്കുക, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ്, ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ബിക്കോസ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ് അല്ലേ. ഇറ്റ് വിൽ മിക്സ് ബൈ ഇറ്റ്സ് ഓൺ. അതുപോലെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ഈ ഇങ്ക് ഡ്രോപ്പ്, അതായത് ബ്ലൂ കളറിലെ ഇങ്ക് ഡ്രോപ്പും അവിടെ ഇറ്റ് ഇൻ്റർമിക്സ് ബൈ ഇറ്റ്സ് ഓൺ അല്ലേ. സോ ഇങ്ങനെ പാർട്ടിക്കിൾസ് ഇൻ്റർമിക്സ് ചെയ്യുന്നതിന്, ഇൻ്റർമിക്സ് എന്ന് പറയാൻ എന്താ കാരണം, അതായത് ഓൾറെഡി ഇങ്കിലൊരു പാർട്ടിക്കിൾ ഉണ്ട്, വാട്ടറിലൊരു പാർട്ടിക്കിൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 2 പാർട്ടിക്കിളും തമ്മിൽ മിക്സ് ചെയ്യണതിനാണ് നമ്മൾ ഇൻ്റർമിക്സിങ് എന്ന് പറയുന്നത് അല്ലേ. സോ ഈ ഇൻ്റർമിക്സിങ് നമ്മൾ ഒന്നും ചെയ്യാതെ ബൈ ഇറ്റ്സ് ഓണായിട്ട് ഇൻ്റർമിക്സ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും, ഡിഫ്യൂഷൻ എന്ന് വിളിക്കും. ഓക്കെ, സോ വാട്ട് ഈസ് ഡിഫ്യൂഷൻ? ദ ഇൻ്റർമിക്സിങ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് 2 different types of matters അല്ലേ. ഒന്ന് വാട്ടർ ആണെങ്കിൽ മറ്റൊന്ന് ഇങ്കാണ്. അപ്പോൾ ഡിഫറെൻറ്റ് മാറ്റേഴ്സ് ആണ്. ഓൺ ദെയർ ഓൺ, വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഓൺ ദെയർ ഓൺ ഇസ് കോൾഡ്
ഡിഫ്യൂഷൻ. ഇനി നമ്മൾ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അനക്കാതെ വെച്ചിട്ടുള്ള ആ സൊല്യൂഷനെ ഒന്ന് ചൂടാക്കി കൊടുത്തു. ഓക്കെ, നമ്മളൊന്ന് ബോയിൽ ചെയ്തു ആ സൊല്യൂഷൻ. എന്ത് സംഭവിക്കും? പെട്ടെന്ന് അത് മിക്സ് ആവും അല്ലേ. ഇപ്പോൾ ഒരു വെള്ളത്തിൽ നമ്മൾ പഞ്ചസാരയോ ഉപ്പോ ഇനി മറ്റേ ചായപ്പൊടിയോ അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ചൂടാക്കുമ്പോൾ അത് പെട്ടെന്ന് എന്താവും? ഇൻ്റർമിക്സ് ആവും അല്ലേ, അല്ലെങ്കിൽ ഡിഫ്യൂഷൻ കൂടുതലാണ്, പെട്ടെന്ന് നടക്കും. ഇപ്പോൾ ഇൻസെൻസ് സ്റ്റിക്ക് എടുത്തു അല്ലേ, നമ്മളത് അതിനെ ലൈറ്റ് ചെയ്യണേറ്റ് മുമ്പ് നമ്മൾ അടുത്ത് പോയാൽ അതിൻ്റെ മണം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനെ ലൈറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ, ഹീറ്റ് പ്രൊവൈഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ആ റൂം മൊത്തം അവിടെ പടർന്നു, അതിൻ്റെ ഡിഫ്യൂഷൻ പെട്ടെന്നായി അല്ലേ. സോ ഇത് ടെമ്പറേച്ചറിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഡിഫ്യൂഷൻ. അതായത് ആസ് ദ ടെമ്പറേച്ചർ റൈസസ് പാർട്ടിക്കിൾസ് മൂവ് ഫാസ്റ്റർ അല്ലേ. പാർട്ടിക്കിൾസ് മൂവിങ് ആണ് ഓൾറെഡി എന്ന് നമുക്കറിയാം. പക്ഷേ ഹീറ്റ് പ്രൊവൈഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? നല്ല സ്പീഡിൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലേ. സോ രണ്ട് സബ്സ്റ്റൻസ് നമ്മളവിടെ ഇൻ്റർമിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഹീറ്റ് പ്രൊവൈഡ് ചെയ്താൽ എന്താണ്? അവിടെ ഇൻ്റർമിക്സിങ്ങും പാർട്ടിക്കിൾസിൻ്റെ മോഷൻ അവിടെ സ്പീഡപ്പ് ആകും. അതുപോലെ തന്നെ ഇൻ്റർമിക്സിങ്ങും, അതായത് ഡിഫ്യൂഷൻ അല്ലേ, ഡിഫ്യൂഷനും അവിടെ സ്പീഡപ്പ് ആവും അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും കൂടെ ഒരു കാര്യം കൂടെ ആഡപ്പ് ചെയ്യണം. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് പാർട്ടിക്കിൾസ് മൂവ് ഫാസ്റ്റർ. അതുപോലെ തന്നെ ഡിഫ്യൂഷൻ പറയുമ്പം ടെമ്പറേച്ചർ ഡിപ്പെൻസും കൂടെ പറഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഡിഫ്യൂഷൻ ഡെഫിനേഷൻ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്താണ്? ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓൾസോ ഇൻക്രീസസ്. സോ ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എപ്പോഴും അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. കൂടുതലായിട്ടും ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കും, അതുമല്ലാതെ ഇതിൽ നിന്ന് അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിനൊരു എക്സാമ്പിൾ നിങ്ങളുടെ ഇതിലുണ്ട്. ഗിവ് റീസൺസ് ഫോർ ദ ഫോളോവിങ് ഒബ്സർവേഷൻ. ദ സ്മെൽ ഓഫ് ഹോട്ട് സിസ്ലിംഗ് ഫുഡ് റീച്ചസ് യു സെവറൽ മീറ്റേഴ്സ് അവേ, ബട്ട് ടു get the smell from cold food you have to go close. ശരിയാണല്ലേ. ഒരു ചൂട് ബിരിയാണി ആലോചിച്ച് നോക്കൂ, നമുക്ക് എത്ര ഡിസ്റ്റൻസിൽ നിന്നാലും മണം കിട്ടും അല്ലേ. പക്ഷേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊരു ബിരിയാണി പുറത്ത് വെച്ചാൽ ഇതുപോലെ ഉണ്ടാവില്ല അല്ലേ, നമുക്ക് കുറച്ച് അടുത്ത് പോയാൽ അതിൻ്റെ മണം കിട്ടത്തുള്ളൂ. സോ വൈ ഇസ് ഇറ്റ് ഹാപ്പൻ? യെസ്, ഇവിടെ ടെമ്പറേച്ചർ കൂടി അല്ലേ. ടെമ്പറേച്ചർ കൂടി എന്താണ്? അവിടെ ഡിഫ്യൂഷൻ, ഇൻ്റർമിക്സിങ് അവിടെ പെട്ടെന്നാകും. പാർട്ടിക്കിൾസ് നന്നായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പാർട്ടിക്കിൾസ് മൂവ് ഫാസ്റ്റർ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡിഫ്യൂഷൻ എന്താണ് എന്നുള്ളത് കൂടെ ഒന്ന് പറഞ്ഞിട്ട് വേണം ഇതെല്ലാം പറയാൻ കേട്ടോ. ഇനി ഒരു അയൺ നെയിൽ എടുക്കുക, അതുപോലെ തന്നെ ഒരു പീസ് ഓഫ് ചോക്ക് എടുക്കുക. ഓക്കെ, എന്നിട്ട് രണ്ടിനെയും നമ്മളൊന്ന് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒന്നുമില്ലെങ്കിൽ ഹാമർ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചോക്കിനെ കട്ട് ചെയ്യാൻ പറ്റും അല്ലേ. പക്ഷേ വാട്ട് അബൌട്ട് അയൺ നെയിൽ? ഇറ്റ്സ് നോട്ട് ഈസി ടു കട്ട് ആൻ അയൺ നെയിൽ അല്ലേ. സോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അയൺ നെയിൽസിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്തിട്ടിരിക്കുകയാണ് അവിടെ. അയൺ നെയിൽ ഒരു സോളിഡ് ആണല്ലേ, അതുപോലെ തന്നെ ചോക്കും ഒരു സോളിഡ് തന്നെയാണ്. പക്ഷേ അവിടെ എന്താണ്? പാർട്ടിക്കിൾസ് കുറച്ചും കൂടെ ലെസ് അട്രാക്ഷൻ ആണ് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഒരു വാട്ടർ പറയുമ്പോൾ ലിക്വിഡാണ് അല്ലേ, അപ്പോൾ അതിലൂടെ നമുക്ക് സുഖമായിട്ട് നീന്താൻ പറ്റും അല്ലേ. സോ നീന്താൻ പറ്റുന്ന എന്താണ്? അതിലൂടെ നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് കടക്കാൻ പറ്റുന്നുണ്ട്, വാട്ടറിനെ കട്ട് ചെയ്ത് കടക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ലിക്വിഡിൽ കുറച്ചുകൂടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്, അവിടെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ കുറവാണ്. ഗ്യാസ് ആണെങ്കിൽ പിന്നെ പറയണ്ട, സുഖമായിട്ട് ഇപ്പോൾ നമുക്ക് കൈയൊക്കെ നന്നായിട്ട് വീശാൻ പറ്റും അല്ലേ എയറിലൂടെ. സോ വളരെ വീക്കാണ് എയറിൽ ഉള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലേ. സോ അവർ ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് മാറ്റർ ഇസ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ അട്രാക്ട് ഈച്ച് അതർ. എന്തുകൊണ്ടാണ് അവിടെ അട്രാക്ട് ചെയ്യുന്നത്? യെസ്, അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. പാർട്ടിക്കിൾ ഓഫ് മാറ്റർ ഹാവ് ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ദം ആൻഡ് സ്ട്രെങ്ത് ഓഫ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വേരീസ് അല്ലേ. ഓരോ സബ്സ്റ്റൻസിലും ഡിഫറെൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ആ ഫോഴ്സ്, അല്ലെങ്കിൽ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ ചോക്ക് പോലെയല്ല അയൺ നെയിലിൻ്റെ കേസ്, രണ്ടും സോളിഡ് ആയിരുന്നു പക്ഷേ ഡിഫറെൻ്റ് ആണ് അല്ലേ. അയൺ നെയിലിൽ കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്, എന്നാൽ ചോക്കിൽ കുറവാണ്. അതുകൊണ്ട് നമുക്ക് അതിന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയത്. സോ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എ ഡിവർ ഈസ് ഏബിൾ ടു കട്ട് ത്രൂ വാട്ടർ ഇൻ എ സ്വിമ്മിംഗ് പൂൾ. വിച്ച് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ഡസ് ദിസ് ഒബ്സർവേഷൻ ഷോ? സോ നമ്മൾ ഡിസ്കസ് ചെയ്താണ് നമുക്ക് സുഖമായിട്ട് സ്വിം ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇത് ഏത് ക്യാരക്ടറിസ്റ്റിക് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അതിന് റീസൺ അല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ അട്രാക്ട് ഈച്ച് അതർ അല്ലേ. സോ ആ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാറ്റർ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ നമ്മൾ ഈ മാറ്ററിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഈ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിക്സിൽ. ഓക്കെ, ദാറ്റ് ഇസ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അതായത് പാർട്ടിക്കിൾസ് തമ്മിൽ സ്പേസ് ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ അത് മോഷനിലാണ്,
പാർട്ടിക്കിൾസ് തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ട്. സോ ഇതൊക്കെ സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും വ്യത്യാസമുണ്ട്. സോ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഇനി ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കണം. സോളിഡിൻ്റെ കേസ് എടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അയൺ നെയിൽ പറഞ്ഞ പോലെ തന്നെ അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ബ്രേക്ക് ചെയ്യാനായിട്ട്. ബിക്കോസ് അവിടെ ദ പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ഡ്. ഓക്കെ, അത്ര സ്പേസ് ഇല്ലാതെ വളരെ അടുത്തടുത്താണ് ഈ പാർട്ടിക്കിൾസ് ഉള്ളത്. സോ പാർട്ടിക്കിൾസ് ഇൻ സോളിഡ്സ് ആർ ക്ലോസ്ലി പാക്ഡ്. ക്ലോസ്ലി പാക്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ സ്പേസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഈ അതിൻ്റെ ഉള്ളിലെ പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാനായിട്ടും ബുദ്ധിമുട്ടാണ് അല്ലേ. ആൻഡ് വാട്ട് അബൌട്ട് ഇൻ ലിക്വിഡ്സ്? ലിക്വിഡ് സോളിഡിനെക്കാട്ടിലും ഭേദമാണ്. ഓക്കെ, പാർട്ടിക്കിൾസ് ഹാവ് ഇനഫ് സ്പേസ് ബിറ്റ്വീൻ ദം ദാൻ ഇൻ സോളിഡ്സ്. ആൻഡ് ഇൻ ഗ്യാസ് നമുക്കറിയാം, നമ്മൾ സുഖമായിട്ട് നടക്കുന്നു, വണ്ടികളൊക്കെ ഓടുന്നു, അതുപോലെ എന്താണ് എയ്റോപ്ലെയിൻസ്, അപ്പം എല്ലാം സുഖമായിട്ട് എയറിൽ എല്ലാം സാധ്യമാണ് അല്ലേ. സോ അവിടെ പാർട്ടിക്കിൾസ് എന്താണ്, വളരെ ദൂരത്താണ് പാർട്ടിക്കിൾസ് ഉള്ളത്. ഓക്കെ, പാർട്ടിക്കിൾസ് ക്യാൻ ഈസിലി മൂവ് അല്ലെങ്കിൽ ഫ്രീ ടു മൂവ്. സോ ഇനി ഈ സോളിഡിലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയായിരിക്കും? അടുത്തടുത്താണെങ്കിൽ നല്ലവണ്ണം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും അല്ലേ. പാർട്ടിക്കിൾസ് ഒക്കെ ക്ലോസ്ലി പാക്ഡ് ആണ്. സോ അവിടെ എന്താണ്, മാക്സിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും പാർട്ടിക്കിൾസ് തമ്മിൽ. ഇനി ഏറ്റവും മിനിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആർക്കായിരിക്കും? യെസ്, ഗ്യാസസിലായിരിക്കും അല്ലേ. അവിടെ വളരെ കുറവായിരിക്കും അട്രാക്ഷൻ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ കിടക്കുന്ന ആളാണ് ലിക്വിഡ്സ്. അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും. അതായത് എന്താണ്, രണ്ടിൻ്റെയും ഇടയിലുള്ള ആളാണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് കുറച്ച് ഗ്യാപ്പാണുള്ളത്, സ്പേസ് ആണുള്ളത്, അപ്പോൾ കുറച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണുള്ളത്. ഗ്യാസസിലാണെങ്കിൽ വളരെ 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 വീക്കായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിൽ പഠിച്ചൊരു കാര്യമാണ് പാർട്ടിക്കിൾസ് ആർ കണ്ടിന്യൂസ്ലി ഇൻ മോഷൻ അല്ലേ. സോ ഒരു മോഷനിലാവുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജിനെ നമ്മൾ പറയുക കൈനറ്റിക് എനർജി എന്നാണ്. എനർജി ഡ്യൂ ടു മോഷൻ ഇസ് കോൾഡ് കൈനറ്റിക് എനർജി. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിനിപ്പോൾ അനങ്ങാതെ ഇരിക്കുകയാണ്, അവിടെ തന്നെ ഇരിക്കുന്ന പൊസിഷനിലുള്ള എനർജി നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. ഓക്കെ, സോ നമുക്ക് ഇവിടെ ആവശ്യം ആരുടെയാണ്? കൈനറ്റിക് എനർജീനെയാണ്. സോ സ്പേസ് ഒട്ടും ഇല്ലാത്ത ആളാരാണ്? സോളിഡ് ആണല്ലേ. അപ്പോൾ അവിടെ മോഷൻ കുറവായിരിക്കും. അപ്പോൾ അവിടെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഇസ് മിനിമം അല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മാക്സിമം ആർക്കാന്ന് പെട്ടെന്ന് പറയാൻ പറ്റും അല്ലേ. ആർക്കാണ് മാക്സിമം ആയിട്ടുള്ളത്? ഗ്യാസിലായിരിക്കും അല്ലേ. ഫ്രീ ടു മൂവ് ആണ് അവിടെ. പാർട്ടിക്കിൾസ് തമ്മിലുള്ള സ്പേസ് അവിടെ കൂടുതലാണ്, ഫ്രീ ടു മൂവ് ആണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ് അല്ലേ, മിനിമം ആണ് അവിടെ. സോ കൈനറ്റിക് എനർജി അവിടെ മാക്സിമം ആണ് അല്ലേ. അപ്പോൾ ലിക്വിഡിൻ്റെ കേസിൽ എന്താണ്? ലിക്വിഡ് അപ്പോഴും അവിടെ ഇൻ്റർമീഡിയറ്റ് ആണ്, ഇടയിൽ കിടക്കുന്ന ആളാണ് കേട്ടോ. കൈനറ്റിക് എനർജി ഈസ് ഇൻ്റർമീഡിയറ്റ് ഇൻ ലിക്വിഡ്സ് ദാൻ സോളിഡ്സ് ആൻഡ് ഗ്യാസ്. ഇനി വാട്ട് അബൌട്ട് ഡിഫ്യൂഷൻ? ഡിഫ്യൂഷൻ ഈ 3 കേസിലും എങ്ങനെയായിരിക്കും? ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇന്റർമിക്സിംഗ് ആണ് അല്ലേ. ഒരു സബ്സ്റ്റൻസിന്റെ പാർട്ടിക്കിൾസും മറ്റൊന്നും തമ്മിൽ അവിടെ കൂടി കലരുകയാണ്. എന്തുകൊണ്ടാണ് കലരാൻ പറ്റുന്നത്, ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? പാർട്ടിക്കിൾസ് തമ്മിൽ സ്പേസ് ഉള്ളതുകൊണ്ട് അല്ലേ. ഇപ്പോൾ ലിക്വിഡിൽ സ്പേസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ സോൾട്ട് അതിൽ മിക്സ് ചെയ്യുമ്പോൾ സോൾട്ടിൻ്റെ പാർട്ടിക്കിൾസിന് വന്ന് ഈ സ്പേസിലേക്ക് വന്നിരിക്കാൻ പറ്റുന്നത്. സോ സോളിഡിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും ഡിഫ്യൂഷൻ റേറ്റ്? യെസ്, അവിടെ പാർട്ടിക്കിൾസ് തമ്മിൽ വളരെ സ്പേസ് കുറവാണല്ലേ, ക്ലോസ്ലി പാക്ഡ് ആണ്. അപ്പോൾ ഡിഫ്യൂഷൻ റേറ്റ് അവിടെ വളരെ കുറവായിരിക്കും അല്ലേ. ആൻഡ് ഗ്യാസസിൽ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും ഡിഫ്യൂഷൻ അല്ലേ. ഇപ്പം നമ്മൾ ഒരു ഫുഡ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുഡിൻ്റെ സ്മെല്ല് പെട്ടെന്ന് തന്നെ ഇൻ്റർമിക്സ് ആവുന്നു എയറിലോട്ട് അല്ലേ. അതുകൊണ്ടാണ് നമുക്ക് എത്ര ദൂരത്തു നിന്നാലും അതിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടുന്നത്. ബിക്കോസ് ഗ്യാസിലുള്ള പാർട്ടിക്കിൾസ് തമ്മിൽ വളരെ സ്പേസ് കൂടുതലാണ്. ദേ ആർ മൂവിങ് അല്ലേ. ദാറ്റ് ഈസ് ദേ ആർ ഫ്രീ ടു മൂവ്, സ്പേസ് ബിറ്റ്വീൻ ദം ഇസ് വെരി ഹൈ. സോ ഡിഫ്യൂഷൻ റേറ്റ് അവിടെ ഗ്യാസിൽ കൂടുതലായിരിക്കും, മാക്സിമം ആയിരിക്കും. ആൻഡ് വാട്ട് അബൌട്ട് ഇൻ ലിക്വിഡ്സ്? ലിക്വിഡ്സും ഇതിലും ഇന്റർമീഡിയറ്റ് തന്നെയാണ്. പക്ഷെ എന്താണ്? സോളിഡിനെക്കാട്ടിലും കൂടുതലാണ് അല്ലേ. ഹയർ ദാൻ ദാറ്റ് ഓഫ് സോളിഡ്. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ലിക്വിഡ്സ് ഇസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് സോളിഡ്സ്. സോളിഡ്സിനെക്കാട്ടിലും ഗ്യാപ്പ് ഉണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ ഇതിൽ അല്ലേ. ബിക്കോസ് ഇറ്റ് ഹാസ് ഗ്രേറ്റർ സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ദാൻ ഇൻ സോളിഡ് അല്ലേ. പിന്നെ ലിക്വിഡ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലിക്വിഡിൽ നമുക്ക് സോളിഡിനെയും ലിക്വിഡിനെയും ഗ്യാസിനെയും ഡിഫ്യൂസ് ചെയ്യിപ്പിക്കാം, ഇന്റർമിക്സ് ചെയ്യിപ്പിക്കാം. ഫോർ എക്സാമ്പിൾ ലിക്വിഡിലാണ് നമ്മൾ സോൾട്ടും ഷുഗറും ഒക്കെ മിക്സ് ചെയ്യുന്നത്. എന്താണ്? ഒരു സോളിഡിനെ ലിക്വിഡിലേക്ക് നമ്മൾ ഇൻ്റർമിക്സ് ചെയ്യിപ്പിക്കുകയാണ് അല്ലെ, ഡിഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് ആ പ്രോസസ്സ്. അപ്പോൾ ഒരു സോളിഡിനെ ലിക്വിഡിൽ നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാം? ഡിഫ്യൂഷൻ ചെയ്യിപ്പിക്കാം. ഇനി ലിക്വിഡും ഫോർ എക്സാമ്പിൾ ഹണി അല്ല, ഹണി, ഇങ്ക് എന്നൊക്കെ പറയുന്നത് എന്താണ്? ലിക്വിഡ് തന്നെയാണ്. അപ്പോൾ ലിക്വിഡ് തന്നെയാണ് ലിക്വിഡിൽ നമ്മൾ കലർത്തിയിരിക്കുന്നത്, ഡിഫ്യൂസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഇനി ഗ്യാസിനെടുത്താലോ, ഗ്യാസും ലിക്വിഡിൽ നമുക്ക് മിക്സ് ചെയ്യിക്കാൻ പറ്റും അല്ലേ. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ വാട്ടർ.
ഓക്കെ, വാട്ടറിൽ നമ്മൾ ഈ അക്വാറ്റിക് ആനിമൽസിലൊക്കെ എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റുന്നത്? ഓക്സിജൻ എല്ലാം അതിൽ കലർന്നുണ്ട് അല്ലേ, മിക്സപ്പ് ആവുന്നുണ്ട് ലിക്വിഡിൽ. സോ ലിക്വിഡിൽ ഡിഫ്യൂഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് solids, liquids and gases can diffuse in ലിക്വിഡ്സ്. ഓക്കെ, ഡിഫ്യൂഷനെ പോലെ തന്നെ വേറൊരു സംഭവമാണ് കംപ്രസിബിലിറ്റി. സോ ഈ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പ്രത്യേകം പറയുമ്പോൾ കംപ്രസിബിലിറ്റിനെ കുറിച്ചിട്ടും പറയണം. കംപ്രസിബിലിറ്റി പറയുമ്പോൾ നമ്മൾ അമർത്തുക അല്ലെങ്കിൽ എന്താ ചുരുക്കുക എന്നുള്ള മീനിങ് ഒക്കെ വരുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഇവിടെ 3 സിറിഞ്ച് എടുക്കുക നമുക്ക്. അപ്പോൾ അതിൽ ആദ്യത്തെ സിറിഞ്ചിൽ നമുക്ക് കുറച്ച് മണ്ണ് നിറയ്ക്കാം, സോളിഡ് ആണ് അല്ലേ. രണ്ടാമത്തെ ഇതിൽ നമ്മൾ കുറച്ച് വാട്ടർ, ഓക്കെ, വാട്ടർ അല്ലെങ്കിൽ കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഹണി ആക്കാം. ഓക്കെ, ഹണി എടുത്തു. മൂന്നാമത്തെ സിറിഞ്ചിൽ നമ്മൾ ഒന്നും എടുത്തിട്ടില്ല. ഓക്കെ, ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ അവിടെ ആരാ ഉള്ളത്? ഗ്യാസ് ഉണ്ട്. ഇനി നമ്മൾ ആ മേലെ ആ പിസ്റ്റൺ വെച്ച ശേഷം നമ്മൾ സാധാരണ സിറിഞ്ചിനെ നമ്മൾ എന്തെങ്കിലും കംപ്രസ് ചെയ്യും അല്ലേ. സോ നമ്മൾ ഫോഴ്സ് കൊടുത്ത് കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ പിസ്റ്റൺ മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. സോളിഡ് നിറച്ച മണ്ണ് നിറച്ച സംഭവമാണെന്ന് വെച്ചാൽ അത് മൂവ് ചെയ്യുമോ? നമ്മൾ എത്ര ഫോഴ്സ് ഇതാക്കിയാലും നമുക്ക് ഇതിൻ്റെ ഈ ടിപ്പിലൂടെ പുറത്തോട്ട് അത് വരില്ല അല്ലേ. കാരണം നമ്മൾ അവിടെ കംപ്രസ് ചെയ്യുമ്പോൾ അവിടെ ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, അവിടെ കംപ്രസിബിലിറ്റി നടക്കുന്നേ ഇല്ല, സോളിഡാണ് അവിടെ അല്ലേ. പാർട്ടിക്കിൾ സ്പേസ് വളരെ കുറവാണ്, ഭയങ്കര സ്ട്രോങ് ഓഫ് ഫോഴ്സ് അട്രാക്ഷൻ ആണ് അവിടെ. സോ അവിടെ എന്താണ്, നെഗ്ലിജിബിൾ കംപ്രസിബിലിറ്റി ആണ് സോളിഡ്സിനുള്ളത്. ഇനി ലിക്വിഡിൻ്റെ കേസിൽ നമ്മൾ ഹണി നിറച്ചിട്ടുള്ള സിറിഞ്ച് വെച്ചിട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ എന്താണ്, നല്ല സുഖമായിട്ട് നമുക്ക് അതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും അല്ലേ. ദാറ്റ് ഈസ് കംപ്രസ് ചെയ്യിപ്പിക്കാൻ പറ്റും കമ്പയർഡ് ടു സോളിഡ് അല്ലേ. സോ ഇവിടെയും ഇൻ്റർമീഡിയറ്റ് തന്നെയാണ് ആവാൻ പോകുന്നത് ലിക്വിഡ്. ഇനി ഗ്യാസിൻ്റെ കേസിൽ എന്തായിരിക്കും, സുഖമായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനെ പെട്ടെന്ന് പിസ്റ്റനെ അങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും അല്ലേ. ബിക്കോസ് അവിടെ എന്താണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്, പാർട്ടിക്കിൾസൊക്കെ വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ കംപ്രസിബിലിറ്റി ഈസ് മാക്സിമം ഇൻ ഗ്യാസസ്. അതായത് നമുക്ക് പറയാം ഗ്യാസസ് ആർ ഹൈലി കംപ്രസിബിൾ ആസ് കമ്പയർഡ് ടു സോളിഡ്സ് ആൻഡ് ലിക്വിഡ്. സോ ഗ്യാസസ് ആർ ഹൈലി കംപ്രസിബിൾ എന്നുള്ള ഒരു ഐഡിയ എടുത്തിട്ടാണ് ഇതിൻ്റെ ആപ്ലിക്കേഷനായിട്ടാണ് നമ്മൾ LPG അതുപോലെ തന്നെ CNG അല്ലെ. LPG പറഞ്ഞാൽ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് അല്ലേ, നമ്മുടെ പാചകവാതകം. സോ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഗ്യാസിനെ, പെട്രോളിയം ഗ്യാസിനെ ഒരു സിലിണ്ടറിൻ്റെ അകത്തേക്ക് കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബിക്കോസ് ഗ്യാസസ് ആർ കംപ്രസിബിൾ, ഹൈലി കംപ്രസിബിൾ. അതുപോലെ തന്നെയാണ് CNGയും. ഓക്കെ, CNG തന്നെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അല്ലേ. നമ്മൾ കോൾ ആൻഡ് പെട്രോളിയം പഠിച്ചതാണ് അതിൽ അല്ലേ, ഫ്യൂവലാണത്. ഓക്കെ, ക്ലീനർ ഫ്യൂവൽ എന്നറിയപ്പെടുന്നത് വെഹിക്കിൾസിൽ യൂസ് ചെയ്യാം അല്ലേ. അതുപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടേഴ്സ്, നമ്മൾ ഹോസ്പിറ്റലൊക്കെ യൂസ് ചെയ്യുന്ന ഓക്സിജൻ സിലിണ്ടേഴ്സ്, ഓക്സിജനെ അതിലേക്ക് ഒരു ചെറിയ സിലിണ്ടറിലേക്ക് എത്രയോ എമൗണ്ട് ഓഫ് ഓക്സിജനെ നമ്മൾ കംപ്രസ് ചെയ്തിട്ട് വെച്ചിരിക്കുക അതിലുള്ള. സോ ഗ്യാസസ് ആർ ഹൈലി കംപ്രസിബിൾ എന്നുള്ള കാര്യത്തിന്റെ ആപ്ലിക്കേഷൻസ് ആണ് ഇതെല്ലാം. ഇനി സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. സോളിഡ്സിന് എന്താണ്, ഡെഫിനിറ്റ് ഷേപ്പ് ആണ് അല്ലേ. ഇപ്പോൾ ഒരു എന്താ പറയുക, നമ്മളൊരു സോൾട്ട് എടുത്താൽ അതൊക്കെ ക്യൂബ്, ഒരു സോൾട്ടിന്റെ ക്യൂബ് അല്ലേ, അതൊക്കെ ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. ലിക്വിഡ്സിന് എന്താണ്, അതിന് ഷേപ്പ് ഒന്നും പ്രത്യേകിച്ച് ഒരു ഷേപ്പ് ഇല്ല, നോട്ട് ഫിക്സഡ്. ഇതൊരു കണ്ടെയ്നറിലോട്ട് അത് വെക്കുന്നു, ആ കണ്ടെയ്നറിന്റെ ഷേപ്പിലേക്ക് അത് മാറും അല്ലേ. ബട്ട് ഇറ്റ് ഹാസ് എ ഫിക്സഡ് വോളിയം അല്ലേ. ഏതൊരു കണ്ടെയ്നർ എടുത്താലും ഷേപ്പ് അതിൻ്റെ ആണെങ്കിലും അതിനൊരു അളവുണ്ട്, ഒരു വോളിയം ഉണ്ട് അല്ലേ. ആൻഡ് ഗ്യാസസിനാണെങ്കിലോ പ്രത്യേകിച്ച് ഷേപ്പോ വോളിയമോ ഒന്നും ഇല്ല. ഇനി ഒരു ഗ്യാസിനെ നമ്മൾ ഒരു സിലിണ്ടറിലേക്ക് നിറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അതിലത്തെ പാർട്ടിക്കിൾസ് വളരെ സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. കാരണം അട്രാക്ഷൻ അവിടെ കുറവാണ്. സോ ഫ്രീ ടു മൂവ് ആയതുകൊണ്ട് ഈ പാർട്ടിക്കിൾസ് തമ്മിൽ കൂട്ടിയിടിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ, കൂട്ടിയിടിക്കും. അതുപോലെ തന്നെ ഈ കണ്ടെയ്നറിൻ്റെ വാൾസിലേക്കൊക്കെ കൂട്ടിയിടിക്കും. പാർട്ടിക്കിൾസ് വിൽ ഹിറ്റ് ഈച്ച് അതർ അല്ലേ, ആൻഡ് ഓൾസോ ദ വാൾസ് ഓഫ് കണ്ടെയ്നർ. സോ ഈ കൂട്ടി ഇടിക്കുമ്പോഴാണ് അവിടെ ഒരു പ്രഷർ ഉണ്ടാവുന്നത്. സോ ഗ്യാസസിൽ ഒരു പ്രഷർ ഉണ്ട്. ഓക്കെ, സോ വാട്ട് ഇസ് പ്രഷർ? പ്രഷർ ഇസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദീസ് ഗ്യാസ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് ഏരിയ. ഏത് യൂണിറ്റ് ഏരിയയിലാണ്? നമ്മൾ എടുത്ത കണ്ടെയ്നർ അതല്ലേ, ആ ഒരു ഏരിയയിൽ. ഓക്കെ, അതിൻ്റെ ഉള്ളിലുള്ള ഏരിയ. ദാറ്റ് ഇസ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഗ്യാസ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് ഏരിയ ഓൺ ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ ഇസ് ദ പ്രഷർ. ഓക്കെ, സോ നമുക്ക് ഈ ഭാഗത്തു നിന്ന് കുറേ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നുണ്ടാവുക. ആ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ പാർട്ട് 2 ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്ട് 2 ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ലിങ്ക് ഇട്ടേക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയൊരു ഫോൾഡർ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, 9th CBSE സയൻസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ കയറിയിട്ട് ഇനി ഏതൊക്കെ ക്ലാസ് വരുന്നതൊക്കെ നിങ്ങൾ അതിൽ കയറി ചെക്ക് ചെയ്യുക കേട്ടോ. സോ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഇറ്റ്സ് മീ ഷാന സൈനിങ് ഓഫ്.